Hi friends, Magic Touchന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോൺഫ്ലോർ കൊണ്ടൊരു അടിപൊളി ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഒരു ഗ്ലാസ് കോൺഫ്ലോർ നമ്മൾ എടുക്കുക. അതിനുശേഷം ആ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. കട്ട ഒന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ആളം ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാരയും കൂടെ ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം കളറും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പഞ്ചസാരപ്പാനി നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിശ്രിതം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ ഒരു ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനിയും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് മുൻപ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരിത്തിരി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒരു ഏകദേശം ഒരു 2-4 സ്പൂണ് നമ്മൾ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പം നമ്മൾ ഹൽവ നല്ല അടിപൊളിയായിട്ടുള്ള ഹൽവ കോൺഫ്ലവർ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഹൽവ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരിത്തിരി നെയ്യോടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി നെയ്യ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ തവിയിലോട്ടാണ് നെയ്യ് ആഡ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് നല്ല വൃത്തിക്ക് ഇതൊന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നുള്ളൂ. ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി സ്വീറ്റി ഹൽവ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അതിന് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഹൽവയൊന്നും വല്ലാതെ ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിലാണ് ഞാൻ. എന്നാലും എനിക്ക് ഈ ഒരു ഹൽവ കോൺഫ്ലവറിൻ്റെ ഈ ഒരു ഹൽവ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്നാൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേഗം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.